ഒരു വണ്ടി എടുക്കാൻ പോണ്. ഇപ്പൊ ഒരു വണ്ടി എടുത്തിട്ട് സിയാ. അതെ, പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് സംഭവിക്കാൻ പോണ ഡേ ആണ്. ഒരു വൈറ്റ് ടീം ഉദ്ദേശം എടുത്തു വന്നപ്പോഴത്തേക്കും ഇക്കാക്കായും മിസ് ബേബിയും ക്രീമും ഞാൻ വൈറ്റും അങ്ങനെ ആയിപ്പോയി ഡ്രസ്സിങ്. എന്നാലും പോട്ട് സാരമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ഗേറ്റ് അടിയിൽ പെട്ട്. അങ്ങനെ ട്രെയിനൊക്കെ പോകാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഏകദേശം ഒരു 5 മണി ആ ടൈമിനാണ് നമുക്ക് വണ്ടി ഡെലിവറി പറഞ്ഞു വെച്ചത്. അപ്പം നമ്മൾ ഒരു 4:45 ആ ടൈമൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്ത് ആദ്യം ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് വേണ്ട, ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഓട്ടോ വന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം ഓർന്ന് മനസ്സിന്. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ നേരെ ഷോറൂമിലേക്ക് പോയി. ഷോറൂം കുണ്ടന്നൂരുള്ള മാരുതി സുസുക്കി അറീനയാണ്. വണ്ടി ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഷോറൂമിലേക്ക് എത്തി. ഞങ്ങൾ 3 പേരും, പിന്നെ എൻ്റെ ഫാമിലി ഉണ്ടായി, പിന്നെ ഇക്കാക്കാൻ്റെ ബ്രദറും ഉണ്ടായി. കയറി ചെന്നപ്പോൾ തന്നെ വണ്ടി ഫ്രണ്ടിൽ മൂടിയിട്ടിട്ടുണ്ടായി. എൻ്റെ വാപ്പിച്ചിയും ഉമ്മിച്ചിയും നേരത്തെ വന്നിട്ടുണ്ടായി. അവർ വർക്ക് ചെയ്യുന്ന നേരെ അങ്ങോട്ടാണ് വന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി. പേപ്പർ വർക്ക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും സൈൻ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ടൈമൊക്കെ പോയി. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കോഫി കൊണ്ടുവന്ന് തന്നു. അങ്ങനെ എല്ലാവരും കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായി. കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിയണവരെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. എന്തോ വണ്ടി കാണാനുള്ള ക്യൂരിയോസിറ്റിയിലായിരുന്നു മനസ്സ് മൊത്തം. എൻ്റെ പൊന്നു, ആ സമയത്തെ ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായില്ല. എൻ്റെ ഇക്കാക്കാൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്നുള്ളത്. അൽഹംദുലില്ലാ, നമ്മൾ ആഗ്രഹിച്ചതിലും നേരത്തെ പഠിച്ചോൻ നമുക്കത് എത്തിച്ച് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, പഠിച്ചോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ഓ അപ്പ ഞാനും ഇക്കാക്കയും പരസ്പരം കണ്ണി നോക്കണത് ക്യൂരിയോസിറ്റി കാരണം. അങ്ങനെ ഫൈനലി അൽഹംദുലില്ലാ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ ഫാമിലി മൊത്തം നിന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഉമ്മച്ചി വാപ്പി ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഞങ്ങളുടെ വണ്ടി പോയിട്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളത്. അത് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ നടത്തി. എല്ലാവരും ഉണ്ടായി നമ്മൾ ആഗ്രഹം പോലെ തന്നെ. അങ്ങനെ ഫൈനലി ഇതാണ് ഞങ്ങളുടെ വണ്ടി. അൽഹംദുലില്ലാ. ഫസ്റ്റിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചീനെ കൊണ്ട് തന്നെ താക്കോൽ ആദ്യം പിടിപ്പിക്കണമെന്ന്. അത് അതേപോലെ നടന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ നിന്ന് വണ്ടിയുടെ താക്കോൽ വാങ്ങിച്ച് കയ്യിലേക്ക്. ചില മൊമെൻറ്റ്സ് നമുക്കെപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും എന്ന് പറയില്ലേ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു മൊമെൻ്റാണ് ഞങ്ങളുടെ ലൈഫിലെ ഇത്. ഷോറൂമിലെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ബേബി എല്ലാവരുമായിട്ട് നല്ല അടുപ്പമായതുകൊണ്ട് അവളെല്ലാവരും ടാറ്റയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി നമ്മൾ അവിടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ അറ്റ് ലാസ്റ്റ് എൻ്റെ കെട്ടിയോൻ കയറി. അൽഹംദുലില്ലാ. വാപ്പ മോളെയും കൊണ്ടാണ് കയറിയിരിക്കണേ. എന്താണെന്നാവോ ഉദ്ദേശം. പിന്നെ പുറകിലേക്ക് അവളെ തന്ന് അവളെയും കൂടെ കയറ്റണമെന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നതിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ 2 പേരും കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ ഫസ്റ്റ് ഇരുന്നതിന് ശേഷം അൽഹംദുലില്ലാ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാഹു മുമ്പോട്ടും ഹൈറാക്കി തരട്ടെ. വണ്ടിയാണെങ്കിലും നമ്മളെല്ലാവരെയും അള്ളാഹു അങ്ങനെ തന്നെ മുമ്പോട്ടാക്കി തരട്ടെ എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ആദ്യം നമ്മുടെ കാർ എടുത്ത് ഫസ്റ്റ് ഡ്രൈവ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആദ്യം നമ്മൾ വണ്ടി എടുത്തുള്ള ഫസ്റ്റ് ഡ്രൈവ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത് വളരെ മെമ്മറബിൾ ആണല്ലോ. അങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. എന്താണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓടിച്ചതിൻ്റെ? അൽഹംദുലില്ലാ. അത് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിലുള്ളതും അതേപോലെ തന്നെ പുള്ളിയുടെ മുഖത്തും എനിക്കത് വായിച്ചറിയാൻ പറ്റുന്നുണ്ടായി. ആ പ്രൗഡായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ ഫസ്റ്റായിട്ട് നമ്മുടെ വണ്ടി ഇരുന്നുകൊണ്ട് ഹാപ്പിനെസ് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എൻ്റെ കെട്ടുവിന് അറിയാൻ പാലാർത്ഥം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പള്ളിപ്പടി മഖാമിലേക്കാണ്. ഔലിയാപ്പാപ്പാടെ അടുത്ത് പോകണമെന്ന് നമുക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം മഖാമിൻ്റെ ഇവിടുത്തെ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുപോയിട്ട് അപ്പോൾ ഉമ്മച്ചിമാർക്ക് നമസ്കരിക്കാനുണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. തൊട്ടപ്പുറത്ത് തന്നെയാണ് നമസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും കയറിയ സമയത്ത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി അവർ നമസ്കരിച്ചിട്ട് 2 പേരും വന്ന്. അങ്ങനെ നമ്മൾ നേരെ പള്ളിപ്പടി മഖാമിൻ്റെ അകത്തേക്ക് പോയി. വണ്ടി എടുത്തു കഴിഞ്ഞാൽ മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സിയാറത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 8 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായി. പിന്നെ ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാപ്പിയും മിക്കാക്കായും ഇറങ്ങിയത്. അങ്ങനെ മഖാമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോയത്. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയോ ഞാൻ
പുറകെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണാടി കൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ പെട്രോൾ പമ്പിലേക്ക് കയറി. പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോളൊക്കെ അടിച്ച് ഒരു പെട്രോൾ പമ്പ് വരെ എത്താനുള്ള പെട്രോളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഞാൻ രാത്രിയെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പെട്രോളൊക്കെ അടിച്ചിറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കണ്ണാടി കണ്ടാൽ ഒരു പോസിങ് അത് നിർബന്ധമാണ്. വണ്ടി എടുത്തതിൻ്റെ ചിലവ് കൊടുക്കണ്ടേ, അങ്ങനെ നമ്മൾ ചിലവിന് വേണ്ടി കയറിയതാണ്. വയറ്റില തക്കാരത്തിലാണ് നമ്മൾ കയറിയത്. പൊതുവേ ആ വഴി പോകുമ്പോൾ ആ ഹോട്ടലിലാണ് കയറാറുള്ളത്. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ്. അവിടുത്തെ മെനു കാർഡ് തന്നെ കണ്ടില്ലേ, എന്താ വെറൈറ്റി അല്ലേ. അങ്ങനെ ഇക്കാക്ക വാഷൊക്കെ ചെയ്തതിന് ശേഷം വന്ന് ഇക്കാക്കനെ കണ്ടീന എസ് ബേബിക്ക് ഇക്കാക്കൻ്റെ ഇപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകണം, അവൾ ഇരുത്തൂല. ഇന്ന് എന്തായാലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിട്ട് മെനു കാർഡ് മൊത്തം നോക്കി ലാസ്റ്റ് ഞാൻ മിക്കാക്കായും എത്തിയത് ബിരിയാണിയിലേക്കാണ്. എസ് ബേബി ഇപ്പോൾ എവിടെ ടിഷ്യൂ കണ്ടാലും വിടൂല, അതെന്താന്നാവോ. ഞാൻ ക്യാമറ എടുത്തത് ഈ പോസുമായിട്ട് എപ്പോഴും എൻ്റെ കെട്ടിയോൻ തന്നെ കാണാം, എന്താന്നാവോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്നിട്ടുണ്ടായി. അവർ വാപ്പിച്ചും മിച്ചയൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ പ്രസൻറ്റേഷൻ ബേസ് നല്ല ഭംഗിയുണ്ടായി കാണാൻ, അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഉമ്മിച്ചിനെ ഇറക്കിയതിന് ശേഷം എൻ്റെ ഉമ്മാനും വാപ്പാനെയും അനിയത്തിനെയും വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും എസ് ബേബിയും പാപ്പിച്ചിയും ഇങ്ങനെ ഇരിക്കും രണ്ടുപേരും കൂടെ. എസ് ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഉപ്പാനെ, എന്താണെന്ന് അറിയാൻ പാടില്ല, ഉപ്പാൻ്റെ ചാരത്ത് ഇങ്ങനെ ഇരുന്നോളും പാവം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ അവരെ യാത്രയൊക്കെ ആക്കിയതിന് ശേഷം ഇതായിരുന്നു അവസ്ഥ. അവൾ യാത്ര പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് തിരിച്ചു പോന്നു. വണ്ടിക്ക് ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്, സെറ്റൊക്കെ വെക്കാനുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഇക്കാക എന്നോട് പറഞ്ഞ് അന്ന് നിനക്ക് ഞാൻ അവൽ മിൽക്ക് ഷേക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ മിൽക്ക് ഷേക്ക്. അങ്ങനെ എനിക്കുള്ള ചിലവെന്ന് പറഞ്ഞിട്ട് ഒരവൽ മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു തന്ന്. അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫ്ലാറ്റ്, എനിക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ എനിക്ക് എന്ത് കിട്ടിയാലും ഒന്നും വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ മിൽക്ക് ഷേക്ക്. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് രാത്രിയുള്ള യാത്ര അതൊരു പ്രത്യേക സുഖമാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അത്രേ ഉള്ളൂ.